നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? നമ്മൾ എനർജി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ ബ്രെയിൻ നമ്മളെ ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിന് എന്ത് ചെയ്യുന്നറിയോ? ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം അത് കാണാം, കുറച്ച് ഈ വീഡിയോ കാണാം, കുറച്ച് നേരം നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം, റീല് കണ്ടു തുടങ്ങാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാക്സിമം പിന്നോട്ട് വലിക്കാൻ നോക്കും. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? നമ്മൾ എനർജി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ ബ്രെയിൻ നമ്മളെ ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല. പല പല കാരണങ്ങളും പറഞ്ഞ് നമ്മളതിനെ പിന്തിരിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിന് എന്ത് ചെയ്യുന്നറിയോ? ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം അത് കാണാം, കുറച്ച് ഈ വീഡിയോ കാണാം, കുറച്ച് നേരം നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം, റീല് കണ്ടു തുടങ്ങാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാക്സിമം പിന്നോട്ട് വലിക്കാൻ നോക്കും. അങ്ങനെ എന്താണ്, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള എബിലിറ്റി അവിടുന്ന് കുറഞ്ഞു തുടങ്ങും. ഇത് ബ്രെയിനിന്റെ ഒരു മെക്കാനിസമാണ്. പക്ഷേ ഈ മെക്കാനിസത്തിൽ പെട്ടുപോയി കഴിഞ്ഞാലേ ആരാ പെടുന്നേ? നമ്മളാണ് പെടുന്നത്, അല്ലേ? കാരണം നമുക്ക് വേണ്ട വിധത്തിലുള്ള മാർക്കോ കാര്യങ്ങളോ സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങളെ മെമ്മറീനെ ബാധിക്കും. കാരണം നിങ്ങൾക്ക് കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിനിൽ അത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും? നമ്മുടെ ബ്രെയിനിന് നമ്മുടെ മെമ്മറിക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് അറ്റൻഷൻ, സ്റ്റോറേജ് ആൻഡ് റീകോൾ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജാണ് അറ്റൻഷൻ. നിങ്ങൾ എത്ര അറ്റൻഷൻ കൊടുക്കുന്നു, അതായത് എത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മുടെ മെമ്മറിയിലെ ബാക്കി സ്റ്റോറേജും റീകോളിങ്ങും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പഠിക്കുന്ന സമയത്ത് ഹൈ കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള വഴികൾ നോക്കിയല്ലോ. ടിപ്സ് ആൻഡ് ടൂൾസ് ഫോർ ഇംപ്രൂവിങ് യുവർ കോൺസെൻട്രേഷൻ. ബൈ ദ വൈ, അത് പോട്ടെ, അത് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേരാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേ നിങ്ങൾ അയ്യോ ഞാൻ വെള്ളക്കുപ്പി എടുക്കാൻ മറന്നു, എൻ്റെ വെള്ളം എടുക്കാൻ പോവും, അല്ലെങ്കിൽ അയ്യോ ഞാൻ ആ ബുക്ക് എടുക്കാൻ മറന്നു, ആ ബുക്ക് എടുക്കാൻ പോവും, അല്ലെങ്കിൽ അയ്യോ ഞാൻ ഫ്രണ്ടിനോടൊന്ന് അർജൻറ്റായിട്ട് വിളിക്കുന്നത് പറഞ്ഞതാ, എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് അല്ലെങ്കിൽ TV ഷോ നടക്കുക, ബിഗ് ബോസ് നടക്കുക, ബിഗ് ബോസിൽ നിന്ന് മോഹൻലാൽ ഒന്നും സമയം ആരാ ഔട്ടായെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോകും. അങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ടാവും, അല്ലേ? ഇങ്ങനെ എത്ര പേര് ലൈഫിൽ അനുഭവം ഉണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ അനുഭവം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾക്ക് ഫോക്കസേ ഇല്ല, നിങ്ങൾ കോൺസെൻട്രേറ്റേ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് നിങ്ങൾക്ക് അറ്റൻഷനും കിട്ടുന്നില്ല, സ്റ്റോറേജും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അതിനെ റീകോൾ ചെയ്യാൻ പറ്റും? എക്സാം ടൈമിൽ ഒന്നും നടക്കില്ല. നമ്മൾ പഠിച്ചു എന്ന്. നമുക്കൊരു കാര്യം അറിയോ? നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പോയി വീണ്ടും വരുന്ന സമയത്ത് 20 ടൈംസ് എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം ആ തിരിച്ച് ആ ഫോക്കസിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാനൊരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പൊമഡോറോ ടെക്നിക്ക് നിങ്ങൾക്കറിയാം. 25 മിനിറ്റ്സ് ഡീപ്പ് സ്റ്റഡി ചെയ്തിട്ട് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ടിപ്സും, കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ടിപ്സ്, ഓരോ ടൂൾസും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി എൻവയോൺമെൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഏരിയ വേണം, ഒരു ചെയർ, ഒരു കസേര. ഒരിക്കലും കിടക്കയിലിരുന്ന് പഠിക്കരുത്. കിടക്കയിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മുടെ ഉറക്കം നമുക്ക് ഉറങ്ങുന്ന സ്ഥലമാണ് കിടക്ക. അപ്പം നമ്മൾ കിടക്കയിലിരുന്ന് പഠിക്കുമ്പോൾ നന്നായി നിങ്ങൾക്ക് ഉറക്കം വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ MTech പഠിക്കുന്ന സമയത്ത് ഞാൻ അധികം കിടക്കയിലിരുന്ന് പഠിക്കാൻ, എനിക്ക് സ്റ്റഡി ഏരിയ കുറവായിരുന്നു. എവിടെ ഇരുന്നാലും TVയുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കിടക്കയിലിരുന്ന് പഠിക്കും. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുമായിരുന്നു. ഉറക്കം തൂങ്ങി ലാസ്റ്റോടെ കിടന്ന് ഉറങ്ങും. ഓക്കെ, അപ്പോൾ ഈ കിടക്കയിലിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് എപ്പോഴും ഒരു സ്റ്റഡി, ഒരു ടേബിൾ, ഒരു കസേര അല്ലെങ്കിൽ ഒരു കസേര എന്തെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട് എടുക്കണം. നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരാളും നമ്മളെ പുഷ് ചെയ്യാൻ വരത്തില്ല. മക്കളെ, പുഷ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നമുക്ക് ലക്ഷ്യത്തിലെത്തേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ്, സ്റ്റഡി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അവിടെ നമ്മൾ അറേഞ്ച്മെൻറ്റ്, സ്റ്റഡി എൻവയോൺമെൻറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ടായിരിക്കണം. അതായത് വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് പഠിക്കേണ്ട ബുക്സ്, അതായത് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് ആയിട്ടല്ലോ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ എല്ലാ ബുക്സും, വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടൂ. നിങ്ങൾ പഠിക്കാൻ ഇരുന്നതിന് ശേഷം ഒരു 10-200 വട്ടം നിങ്ങൾ ഓരോ കാര്യം എടുക്കാൻ വേണ്ടി പോവരുത്. അത് നിങ്ങളുടെ കോൺസെൻട്രേഷനും നിങ്ങളുടെ അറ്റൻഷനും കുറയ്ക്കും. അപ്പോൾ
സ്റ്റഡി എൻവയോൺമെന്റ് പെർഫെക്റ്റ് ഡിസ്ട്രാക്റ്റഡ് ഫ്രീ സ്റ്റഡി എൻവയോൺമെന്റ് ആയിരിക്കണം. ടിവിയുടെ സൗണ്ട് കേൾക്കുന്നിടത്ത്, മറ്റുള്ളവർ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നിടത്ത് നിങ്ങൾ ഇന്ന് പഠിക്കരുത്. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുമെന്നല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് സ്ഥലത്തിരുന്ന് പഠിക്കുക. എല്ലാ സാധനവും അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രം പഠനം സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, നിങ്ങൾക്ക് ഗോൾസ് ഉണ്ടാക്കണം. അതായത് ഞാൻ ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം പഠിക്കും, എനിക്ക് ഈ കാര്യം പഠിക്കണം, ഈ വിഷയം ഞാൻ പഠിക്കുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നേറാനുള്ള ചവിട്ടുപടിയായിട്ടാണ്. അപ്പം ഞാൻ ഈ സമയം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ 2 മണിക്കൂർ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എഴുന്നേക്കുള്ളൂ. 20 മിനിറ്റ് ഞാനിത് പഠിച്ചിരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റ് ചെയ്യണം. ഈ ഗോൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ബ്രെയിന് പ്രോംപ്റ്റ് ചെയ്യണം. നമ്മൾ ജെമിനിക്കൊക്കെ പ്രോംപ്റ്റ് ചെയ്യാറില്ലേ? പ്രോംപ്റ്റ് ചെയ്തിട്ട് റെഡ് സാരി വിത്ത് ദിസ് ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറില്ലേ? അതേപോലെ തന്നെ ബ്രെയിനിന് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കണം. അതായത് നമ്മൾ ബ്രെയിനിനോട് പറയണം ഞാൻ ഇത്ര മിനിറ്റ് ഇരുന്ന് പഠിച്ചിരിക്കും. അപ്പോൾ ഗോൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കണം കേട്ടോ. വെറുതെ വീഡിയോ കണ്ടുപോയി നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കാം മക്കളെ. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു. പല വീഡിയോസും കുറേ കാര്യങ്ങൾ പഠിക്കും, അപ്പോൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എന്ത് ചെയ്യും, ഒന്നും അപ്ലൈ ചെയ്യില്ലായിരുന്നു. അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണാം. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രെയിനിൽ ഗോൾ സെറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് ഇൻട്രസ്റ്റ് വേണം. പഠിക്കുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുക. നിങ്ങൾക്ക് ഇതെനിക്ക് വളരെ ഈസിയായി പഠിക്കാൻ പറ്റും, അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് ഞാൻ പഠിക്കുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഓരോ ചവിട്ടുപടി ചവിട്ടാൻ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം. അപ്പം അതിനാണ് ഞാനിത് പഠിക്കുന്നത്. ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കുക. നമ്മൾ പഠിക്കുന്ന ആ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ലവ് കൊടുക്കണം. ഒരു സ്നേഹത്തോടു കൂടി നമ്മൾ ആ വിഷയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമുക്ക് നമ്മളുടെ ബിലീഫ് വേണം. ഞാൻ ഇവിടെ ഇരുന്നിരിക്കും, ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ, എനിക്കിത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യണം. പുറമേ നിന്ന് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. 20 മിനിറ്റ് ഞാനിത് പഠിച്ചിരിക്കും എന്നുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം പഠിക്കാനിരിക്കുക. അപ്പൊ നമുക്ക് ബ്രെയിന് മനസ്സിലാവും 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ആണല്ലോ. അപ്പൊ നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഞാൻ 2 ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് 2 അല്ല 3 ടിപ്സ് കേട്ടോ. പഠിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണിത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഹെർട്സ് ബൈനറൽ ഫ്രീക്വൻസി. അതായത് 40 ഹേർട്സിൻ്റെ ബൈനറൽ ഫ്രീക്വൻസിയിലുള്ള ബൈനറൽ ബീറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പം നിങ്ങളൊരു 10 മിനിറ്റ്സ് ആ ഒരു ബൈനറൽ ഫ്രീക്വൻസിയിലുള്ള ആ ബീറ്റ്സ് കേട്ടതിന് ശേഷം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മ്യൂസിക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ബീറ്റ വേവ്സ്, ഹൈ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ബീറ്റ വേവ്സ് നിങ്ങളുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് 40 ഹേർട്സിൻ്റെ ബൈനോറൽ ബീറ്റ്സ്, ഓക്കെ, അത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂറോ സയൻറ്റിഫിക് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഫോൺ നോക്കിയിട്ടും റീൽസ് നോക്കിയിട്ടും പഠിക്കാൻ പോകരുത്. കാരണം നിങ്ങൾ അത് നോക്കി പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ലോസി സ്റ്റേറ്റിലായിരിക്കും അല്ലെ. നിങ്ങളെ ബ്രെയിനിന് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ദൂരെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു പോയിന്റ് ദൂരത്തിൽ നിങ്ങളുടെ ഒരു പോയിന്റ് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് ആ പോയിന്റിലോട്ട് 1 മിനിറ്റ് നേരം ഫോക്കസ് ചെയ്യുക. കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ആ പോയിന്റിലോട്ട് മാത്രം നിങ്ങൾ നോക്കുക. കണ്ണ് അടച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നോട്ടം ആ പോയിന്റിൽ തന്നെ 1 മിനിറ്റ് ആകണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ആ ഒരു പോയിന്റിൽ മാത്രം 1 മിനിറ്റ് നോക്കുക. കണ്ണടയ്ക്കുന്നതിനും തുറക്കുന്നതിനും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലും ബ്രെയിനിലും ഹ്യൂജ് ചേഞ്ചസ് ആണ് നടക്കുക. നിങ്ങൾക്ക് ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് പൾസ് കൗണ്ടിങ് ടെക്നിക്ക്. അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ പൾസ് കൗണ്ട് ചെയ്യാം. അതായത് നമുക്കൊരു 100 വരെയൊക്കെ നമുക്ക് പൾസ് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, നമ്മുടെ പൾസ് നമുക്ക് അറിയാം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 അങ്ങനെ ഒരു 100 വരെ 150 വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഫോക്കസ് ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ ബ്രെയിനിന് കിട്ടും. എന്നിട്ട് പഠിക്കാനിരിക്കാം. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാം. പഠിക്കാൻ പോകുന്നതിന് മുൻപേ ഒന്ന് നിങ്ങൾ ബൈനറൽ ബീറ്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക.
പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വൽ ഫോക്കസ്, ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൾസ് എടുത്തിട്ട് പൾസ് കോൺസെൻട്രേഷൻ, പൾസ് നിങ്ങൾ കൗണ്ട് ചെയ്യുക, അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ്മെന്റ് സഹായിക്കും. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യാം. തൊട്ടുമുന്നേ ഇപ്പൊ ഞാൻ പഠിക്കാൻ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഒരു കാര്യം ചെയ്തതിന് ശേഷം പഠിക്കാനിരിക്കുക. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ കോൺസെൻട്രേഷൻ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടും. അങ്ങനെ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് നമുക്ക് പഠിക്കാം. നമ്മുടെ റിസൾട്ട്, നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വെറുതെ ഒരു സേക്ക് ഓഫ് പർപ്പസിന് വേണ്ടി നമ്മൾ ചുമ്മാ സമയം കളഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല. കറക്റ്റ് രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ടോപ്പർ ആവാം, നിങ്ങൾക്ക് ഏത് എക്സാമും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്തുള്ള വിള്ളലുകളും വീഴ്ചകളുമാണ് നമുക്ക് നമ്മുടെ ഡിസൈഡ് റിസൾട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാതിരിക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം, എല്ലാത്തിനും റിപ്ലൈ ഉണ്ടായിരിക്കും. സോ എല്ലാവർക്കും ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ബൈ.